വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അനുഗ്രഹീതമായൊരു ദിനം കൂടെ അനുഭവിപ്പാൻ നാഥൻ നൽകുന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരായി, കർത്താവിൻ്റെ സന്തത സഹചാരികളായി, കർത്താവിനോട് ചേർന്ന് നിന്ന വിശ്വാസ ജീവിതങ്ങൾക്ക് കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ആഴമേറിയ അനുഭവവും അതിൻ്റെ സാന്നിധ്യവും അതിൻ്റെ അടയാളങ്ങളും അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് തങ്ങളുടെ വിശ്വാസം പോരാ എന്ന് തോന്നി. വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നു. അതിന് കർത്താവ് പറഞ്ഞതാണ്, വിശ്വാസത്തിൻ്റെ വർധനം എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ല. ഹൃദയത്തിൻ്റെ അന്തർതലങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ട് എങ്കിൽ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളം എന്നതിലൂടെ അർത്ഥമാക്കുന്ന നിറവാർന്ന വിശ്വാസം ഉണ്ടെങ്കിൽ, അവിശ്വാസം ജീവിതത്തിലില്ല എങ്കിൽ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയം എന്തായാലും അത് യാഥാർത്ഥ്യമാകുമെന്ന് കർത്താവ് ഉറപ്പ് നൽകുന്നു. ആശ്രയം കർത്താവിൽ മാത്രമായാൽ, പരാശ്രയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നാൽ, കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഭാരങ്ങളിലും വേദനകളിലും ഒക്കെ വിശ്വസിച്ചവനെ വിശ്വസ്തയോടുകൂടെ മുറുകെ പിടിച്ചാൽ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായ നന്മ ജീവിത യാഥാർത്ഥ്യമാകുമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അതൊരു വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സില്ല, അതിലുപരി ഉണ്ടാകുന്ന അനുഭവത്തിൽ അത് നിറവാർന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന അനുഭവമാണ്. ആ നിറവാർന്ന അനുഭവത്തിലൂടെ ദൈവാനുഗ്രഹത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മേവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയായി ഇന്നത്തെ തലമുറ ജീവിക്കുമ്പോൾ വിശ്വാസത്തോടെ കർത്താവിൽ ആശ്രയം തേടുവാനും, ആ വിശ്വാസം എന്നത് മറ്റൊരു പരാശ്രയമില്ലാതെ കർത്താവിൽ മാത്രം ആശ്രയമായിരിക്കാനും വിശ്വസിച്ച് ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവകൃപ അനുഭവിക്കുന്നവരായി തീരുവാനും അങ്ങ് വരുത്തണമേ. പ്രാർത്ഥനയിലൂടെ അങ്ങ് നേടിയ അനുഗ്രഹീത അനുഭവത്തെ മരണത്തെ അതിജീവിപ്പാൻ പ്രാപ്തിയുള്ള അനുഭവമായിട്ട് അങ്ങ് നേടിയല്ല. 3-ാം നാൾ മരണത്തിന്മേൽ ജയമെടുത്ത കർത്താവിൻ്റെ സാന്നിധ്യം വിശ്വാസ ജീവിതത്തിലൂടെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുന്ന സാന്നിധ്യമായിട്ട് അനുഭവിപ്പാൻ, കഷ്ടങ്ങളിലും ഭാരങ്ങളിലും വേദനകളിലും രോഗദുരിതങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ ആ കൃപ അനുഭവിക്കുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. കടുകുമണിയോളം എന്ന നിറവാർന്ന അനുഭവം ഞങ്ങളുടെ അന്തർതലങ്ങളിൽ നൽകി വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ അങ്ങ് കൃപ ചെയ്യണമേ, ശക്തീകരിക്കണമേ. ഇന്ന് ഞങ്ങൾ അങ്ങയിൽ അഭയം തേടട്ടെ. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.